ഹലോ എവ്രി വൺ. ഒരു ഹെൽത്തി ഡയറ്റൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്വീറ്റ് ക്രേവിങ്സ് കുറയ്ക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ 1.5 കപ്പോളം ഓട്സ് നമ്മൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പോളം ചോപ്പ് ചെയ്ത ആൽമണ്ട്സും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഡ്രൈ മിക്സ് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലോട്ട് ആ പാനിൻ്റെ ചൂടൊന്ന് കുറയുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ചൂട് നന്നായി ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഒരു വാം കണ്ടീഷനിൽ ഉള്ള പാനിലോട്ട് നമ്മളൊരു 1/2 കപ്പോളം പീനട്ട് ബട്ടറും 1/4 കപ്പോളം ഹണിയും കൂടി ആഡ് ചെയ്ത് നല്ലൊരു ഫോമി കൺസിസ്റ്റൻസി വരണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു വാം പാനിലോട്ട് ഇത് ആഡ് ചെയ്യുന്നത് നമ്മുടെ പീനട്ട് ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹണിയുടെ ന്യൂട്രീഷണൽ വാല്യൂ ഒട്ടും നഷ്ടമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വാമായിട്ടുള്ള പാനിലോട്ട് ഇത് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഹണി കുറച്ച് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ചൂസ് ചെയ്തത്. പിന്നെ ഇതിലോട്ട് നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസ് ആണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇനി ആ മിക്സിലോട്ട് നമ്മൾ 2 ഘട്ടങ്ങളായിട്ട് നമ്മുടെ ഓട്സ് ആൽമണ്ട് മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഇത്തിരി എന്ന് പറയാൻ പറ്റില്ല, ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ചിയാ സീഡും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിയാ സീഡിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ എന്നിട്ട് ഈ എല്ലാ മിക്സും കൂടി ജസ്റ്റ് നന്നായിട്ടൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആവുന്ന വരെ എല്ലാവരുടെയും ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്കിതൊരു ഷേപ്പ് ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഗ്ലാസ് മോൾഡ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പാത്രം, വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പാത്രം പോലത്തെ അതായാലും മതി. ഒന്നില്ലെങ്കിൽ ബട്ടർ പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു എയർ പോക്കറ്റ്സോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് എല്ലാ സൈഡിലോട്ടും ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ്, അല്ലെങ്കിൽ മെഷറിംഗ് കപ്പിൻ്റെ ബാക്ക് സൈഡ്, അതൊക്കെ നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് ജസ്റ്റ് ഒരു 1 ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 5 hours നമ്മൾ റെഫ്രിജറേറ്ററിൽ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയാണ്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ച് നമുക്കിത് യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 7 ദിവസം വരെ ഫ്രിഡ്ജിൽ ഒരു കേടും കൂടാതെ ഇത് ഇരുന്നോളും. ഇത് നമുക്ക് കിഡ്സിന് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.